നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കരുവന്നൂർ വിഷയത്തിൽ നേതാക്കൾക്കെതിരെ കേസെടുത്തതിൽ CPM പ്രതിഷേധിച്ചു. ബീഡി ചോദിച്ചത് നൽകാത്തതിലുള്ള വൈരാഗ്യത്താൽ അതിഥി തൊഴിലാളിയെ ആക്രമിച്ച 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റ് വാർഷിക പൊതുയോഗവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. വാർത്തകൾ വിശദമായി. CPM കേന്ദ്ര സംസ്ഥാന നേതാക്കളെ കരുവന്നൂരിന്റെ പേരിൽ കള്ളക്കേസ് എടുത്തതിനെതിരായി CPM നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. നാട്ടിക സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം തൃപ്രയാർ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം ലോക്കൽ സെക്രട്ടറി KB ഹംസ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം MR ദിനേശൻ അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി അംഗം രജനി ബാബു, പ്രദീപ് ഏങ്ങൂർ, AN സുധീർ, ചിഞ്ചു സുധീർ, PV രാധാകൃഷ്ണൻ, CK ശിവരാജൻ, KK സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. അവിടെ ഉണ്ടായിട്ടുള്ള വായ്പ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ക്രമക്കേട് അത് കള്ളപ്പണം വെളുപ്പിക്കലാണെന്ന രൂപത്തിൽ ED ഇടപെട്ടുകൊണ്ട് കേസെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ തെളിവുമില്ലാതെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ, സംസ്ഥാന ജില്ലാ നേതാക്കളെ അതിൻ്റെ പ്രതിസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ആ EDയെ കയറൂരി വിട്ടുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ CPMനെ കേരളത്തിൽ തകർക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ക്രമക്കേട് കൃത്യമായി വിജിലൻസും അതുപോലെ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അതിന് പരാതി കൊടുക്കുകയും അവരുടെ പേരിൽ കൃത്യമായ നടപടി സ്വീകരിക്കുകയും അവരുടെ ഒക്കെ തന്നെ സ്വത്ത് കണ്ടുകെട്ടാനാവശ്യമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ആ രീതിയിലേക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ സഹകരണ വകുപ്പും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരിക്കുകയാണ്. CPM നേതാക്കൾക്കെതിരെ ED കള്ളക്കേസ് എടുത്തതിൽ പ്രതിഷേധിച്ച് വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഷൈന മുഹമ്മദ് അധ്യക്ഷയായി. VA ഷാജുദ്ദീൻ, KK അനിൽകുമാർ, TN ഉദയൻ, പ്രമീള ബൈജു, റെജീന രാജു, സുലേഖ ജമാൽ, AB മധു, ഷൈജ ഉദയൻ, RK സൈനുദ്ദീൻ, PS വിനയൻ എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം ഗവൺമെൻറ് ഹൈസ്കൂളിലെ 1984-85 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ 3ാം വാർഷികം ആഘോഷിച്ചു. വാടാനപ്പള്ളി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ VG സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് കരുവത്ത് അധ്യക്ഷനായി. കുട്ടികളുടെ മയക്കുമരുന്ന് ഉപയോഗം എങ്ങനെ കണ്ടുപിടിച്ച് തടയാം എന്ന വിഷയത്തെക്കുറിച്ച് ഇൻസ്പെക്ടർ പ്രഭാഷണം നടത്തി. ഡോക്ടർ ശ്രീകല, ഹസീന ടീച്ചർ, ദിനേശ് വെള്ളാഞ്ചേരി, ശൈലേഷ് ദിവാകരൻ, NS പ്രദീപ്, TG സുധീർ, ശശികുമാർ, അഷ്റഫ് പുതിയ വീട്ടിൽ, ER അജിത, ഷീജ പ്രകാശ്, ശോഭവല്ലി കൃഷ്ണൻ, MR അംബിക എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. മെസ്സേജ് എടുത്ത് വായിച്ചപ്പോൾ നീ എവിടെ? ഇന്നലെ രാത്രി മുതൽ ഞാൻ വിളിക്കുക. പെട്ടെന്ന് കൊണ്ടുപോകാ, വീട്ടിൽ അച്ഛനുമില്ല അമ്മയുമില്ല, പെട്ടെന്ന് സാധനം കൊണ്ടുപോകാ, കൈകളൊക്കെ വിറക്കുകയാണ്. ഇന്നലെ മുതൽ ഞാൻ നിന്നെ വിളിക്കുകയില്ലേ? ഈ കിളിയുടെ മെസ്സേജ്. മണലൂർ ഉറുമ്പിൻതേവർ ശിവക്ഷേത്രത്തിലെ പ്രശ്നപരിഹാര ക്രിയകളുടെയും അഷ്ടബന്ധ നവീകരണ കലശ ചടങ്ങുകളുടെയും ഭാഗമായി കലാ സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. മണലൂർ സത്രം വേദിയിൽ നടത്തിയ ചടങ്ങ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏറെ ഇച്ഛാശക്തിയോടുകൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി ഏറ്റെടുത്ത പ്രവർത്തനമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ നവീകരണ കലശവും അതുപോലെ തന്നെ പുതുക്കിപ്പണിയൽ പ്രവർത്തനവുമെല്ലാം. ആ ഇച്ഛാശക്തിയോടുകൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് സമയബന്ധിതമായി തന്നെ നമുക്ക് ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധ്യമാകുന്നത്. ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ സർവാത്മന ഉള്ള സഹകരണം ഈ രംഗത്ത് നമുക്ക് അനുഭവസാധ്യമാവുകയാണ്.
ആ നാടിൻ്റെ ഒത്തുചേരലാണ് നമ്മുടെ ഗ്രാമത്തിൻ്റെ ശക്തി എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ആ നാടിനെ കാത്തു സംരക്ഷിക്കുന്ന ഒരു ഒത്തുകൂടൽ കേന്ദ്രമായിട്ടുള്ള നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സർവതോമുഖമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി വരുന്ന നാളുകളിലും ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അകമഴിഞ്ഞ സഹായങ്ങൾ നമ്മുടെ ക്ഷേത്ര പുരോഗതിക്ക് വേണ്ടി ഉണ്ടാകും എന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഉറപ്പു തരിക. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ച മണലൂർ ഗോപിനാഥ് വിശിഷ്ടാതിഥിയായിരുന്നു. ഉറുമ്പിൻ തേവർ ശിവക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയവരെയും ശില്പികളെയും ചടങ്ങിൽ ആദരിച്ചു. അന്തിക്കാട് ദേവസ്വം ഓഫീസർ PU നന്ദകുമാർ, കമ്മിറ്റി ഭാരവാഹികളായ സെക്രട്ടറി OS ശരത്ത്, പ്രസിഡന്റ് CS മധുസൂദനൻ, ട്രഷറർ CB സതീഷ് ബാബു, ജോയിന്റ് സെക്രട്ടറി KR മോഹനൻ, വൈസ് പ്രസിഡന്റ് KS സുധീർലാൽ, ചെയർമാൻ KA ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നാട്ടിക ബീച്ച് മുക്കുവ മരണാന്തര സന്നദ്ധ സംഘടന വാർഷിക പൊതുയോഗവും SSLC+2 വിജയികൾക്ക് അനുമോദനവും നടത്തി. സമിതി പ്രസിഡന്റ് KR ദാസൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PV സെന്തിൽകുമാർ, ട്രഷറർ സത്യവ്രതൻ എന്നിവർ സംസാരിച്ചു. SSLCക്ക് മുഴുവൻ വിഷയത്തിലും A+ വാങ്ങിയ MK മനീഷ, +2വിന് മുഴുവൻ വിഷയങ്ങളിലും A+ വാങ്ങിയ MK ബിലാഷ എന്നിവർക്ക് ക്യാഷ് അവാർഡുകൾ നൽകി. ഉന്നത വിജയം നേടിയ അക്ഷയ PB, ശീതൾ AS, മിജുൽ AB, രംഗനാഥൻ KR, ആദിത് AP, കൃഷ്ണ PK എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. CPM നേതാക്കളെ ഗൂഢ രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമായി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് CPM കാരമുക്ക് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഏരിയ കമ്മിറ്റി അംഗം VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. BV സജീന്ദ്രൻ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി BV പ്രഭാത്, MV ഷാജി, CA മുരളി എന്നിവർ സംസാരിച്ചു. ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. നേതാക്കൾക്കെതിരെ വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഉയർത്തി വേട്ടയാടുന്ന കേന്ദ്ര ഏജൻസിയായ EDയുടെ നീക്കത്തിനെതിരെ CPM മണലൂർ ലോക്കൽ കമ്മിറ്റി കാഞ്ഞാണിയിൽ പ്രതിഷേധിച്ചു. CPM ലോക്കൽ സെക്രട്ടറി KV ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ജനാർദ്ദന മണ്ണുമ്മൽ അധ്യക്ഷത വഹിച്ചു. NRS ബാബു സംസാരിച്ചു. ബീഡി ചോദിച്ചത് നൽകാത്തതിലുള്ള വൈരാഗ്യത്താൽ അതിഥി തൊഴിലാളിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 2 പ്രതികൾ അറസ്റ്റിലായി. ചാമക്കാല സ്വദേശികളായ ചാരിച്ചെട്ടി വീട്ടിൽ രമേശ്, പടവലപ്പറമ്പിൽ വീട്ടിൽ ബാദുഷ എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാമക്കാല ബീച്ച് പാലസ് ഓഡിറ്റോറിയത്തിന് സമീപം വെച്ച് വെസ്റ്റ് ബംഗാൾ സ്വദേശി റാബിയൂർ ഹുസൈൻ ദബക് എന്നയാളെ മരവടി കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KR ബിജു, സബ് ഇൻസ്പെക്ടർ അഭിലാഷ്, CPOമാരായ മുഹമ്മദ് ഫാറൂഖ്, ഗിരീശൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ചെളിങ്ങാട് നുസ്രത്തുൽ അനാം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണം നടത്തി. ചെളിങ്ങാട് ദിയ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് പ്രസിഡന്റ് PMA ജബ്ബാർ വിതരണ ഉദ്ഘാടനം നടത്തി. സെക്രട്ടറി ഖാദർ ചൂലുകാരൻ അധ്യക്ഷനായി. ഹൈദരാലി തട്ടാർക്കുഴി, അബൂബക്കർ പുതിയ വീട്ടിൽ, ഹുസൈൻ അബൂബക്കർ കർപ്പം വീട്ടിൽ, ഉസ്മാൻ ഹാജി, നജീബ് എക്സൽ, മുഹമ്മദ് ഹനീഫ, PM സൈനുദ്ദീൻ, ഹുസൈൻ തോട്ടുപറമ്പത്ത്, PM ഇബ്രാഹിംകുട്ടി, മെഹബൂബ് നേത്ര, മനാഫ് ചൂലുകാരൻ, ഷെഫീഖ് തോട്ടുപറമ്പത്ത്, TA യൂസഫ് ഹാജി, TU ഇസ്ഹാഖ്, റിയാദ് പൂവാമ്പറമ്പിൽ, PM ഷാഹുൽ ഹമീദ്, ഷമീർ പോക്കാക്കില്ലത്ത്, ജലാൽ തെത്തിക്കായിൽ, ഹനീഫ പുതിയ വീട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളുടെ പഠനോപകരണങ്ങളും അവർക്കുള്ള യൂണിഫോമും സംഘടിപ്പിക്കുന്നതിന് വേണ്ടി വളരെയേറെ കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന പാവപ്പെട്ട ആളുകൾക്ക് കുറച്ച് പുസ്തകമൊന്നുമല്ലെങ്കിലും ഒരു ചെറിയൊരു സഹായം എന്നുള്ള നിലക്കാണ് ഇതുവരെ ഇത് നിലനിർത്തി മുന്നോട്ട് പോകുന്നത്. ഉസ്രത്തുൽ ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ചുള്ള സെക്രട്ടറി ചെറിയ വാക്കുകളിൽ സൂചിപ്പിച്ചതാണ്. നമ്മൾ ഇത്രയും
കാലങ്ങളായി ഈ ട്രസ്റ്റിന്റെ ഒരു പ്രത്യേകത സർവശക്തനായ അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു അപേക്ഷ പോലും ഇന്ന് വരെ നിരസിച്ചിട്ടില്ല. ഒരു പാവപ്പെട്ടവൻ ഒരു അപേക്ഷ കൊടുത്താൽ അത് വിവാഹാവശ്യമാവട്ടെ, സുഖമില്ലാത്ത കാര്യങ്ങളുണ്ടാവട്ടെ, അതല്ല ഏതെങ്കിലും ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കഴിയാവുന്ന സഹായം ഇന്ന് വരെ ആരെയും ഉപേക്ഷിക്കാത്ത രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു പോരാൻ സർവശക്തന്റെ വലിയൊരു അനുഗ്രഹമായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റ് വാർഷിക പൊതുയോഗവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KK ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി KV ശരത് ചന്ദ്രൻ വാർഷിക റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ KO ആന്റണി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. വനിതാ വിംഗ് സീനിയർ വൈസ് പ്രസിഡന്റ് CC അനിത, യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് കക്കറ, യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ VK സദാനന്ദൻ, CS നിഷാദ്, VK രാജേന്ദ്ര ബാബു, KS അബ്ദുൾ ജബ്ബാർ, ഫാത്തിമ ഇബ്രാഹിം, VK വിനയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ സെക്കൻഡ് കൊടുക്കുമ്പോൾ അപ്പുറത്തെ വടക്കോട്ട് നോക്കിയല്ല സെക്കൻഡ് കൊടുക്കുന്നത്. എവിടേക്ക് നോക്കിയാണ്? രണ്ട് കണ്ണുകളിലേക്കും സൂക്ഷ്മമായി നോക്കി സെക്കൻഡ് കൊടുക്കാൻ പറ്റണം. എന്തുകൊണ്ടാണ് ഇതുവരെ സെക്കൻഡ് കൊടുക്കുമ്പോൾ കണ്ണുകളിലേക്ക് നോക്കാതിരുന്നത്? നമ്മൾ ശ്രമിക്കും. കണ്ണുകളിലേക്ക് നോക്കി സന്തോഷമാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമാണ്. വിഷമാണെങ്കിൽ ആ വിഷമം കാണാതെ നമ്മുടെ കണ്ണുകൾ പുറകോട്ട് വയ്ക്കും. ആര് പുറകോട്ട് വയ്ക്കും? നമ്മൾ പുറകോട്ട് വയ്ക്കും. കാരണം നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. 1-ാം തീയതി മുതൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. പെരിഞ്ഞനം കൊറ്റംകുളത്തെ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കൂറ്റൻ ജലസംഭരണി പൊളിച്ചു നീക്കി. കാലപ്പഴക്കത്തെ തുടർന്ന് അപകട ഭീഷണി ഉയർത്തിയിരുന്ന വാട്ടർ ടാങ്ക് പൊളിച്ചു നീക്കണമെന്നത് ജനങ്ങളുടെ നീണ്ടകാലത്തെ ആവശ്യമായിരുന്നു. 45 വർഷം മുമ്പ് സ്ഥാപിച്ച ജലസംഭരണി തുടക്കത്തിൽ കുറച്ചു വർഷങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചത്. കാലപ്പഴക്കം മൂലം കോൺക്രീറ്റ് തൂണുകൾക്ക് ബലക്ഷയം ഉണ്ടാവുകയും കമ്പികൾ തുരുമ്പെടുത്ത് ഏത് സമയത്തും തകർന്നു വീഴാവുന്ന അവസ്ഥയിലുമായിരുന്നു. കോൺക്രീറ്റ് കഷ്ണങ്ങൾ അടർന്നു വീണ് അപകട ഭീഷണിയായി നിൽക്കുകയായിരുന്നു. തുടർന്ന് ടാങ്ക് പൊളിച്ച് നീക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പലതവണ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. കാലങ്ങളായിട്ട് അതിൻ്റെ ശോചനീയാവസ്ഥ ഇവിടുത്തെ പൊതുജനത്തെ ഭീഷണിയായി കൊണ്ട് നിലനിൽക്കുന്നത് കുറേ കാലമായി. പലവട്ടം അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ പലവട്ടം അത് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ, ഒരു വർഷം മുന്നേ കളക്ടർക്ക് നമ്മൾ നിവേദനങ്ങൾ ഒത്തുണ്ടായിരുന്നു. അതേപോലെ തന്നെ നവകേരള സദസ്സ് വന്നപ്പോൾ ഇത് പരാതി നമ്മൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഫലമായിട്ട് തന്നെ നമ്മുടെ ഭരണസമിതിയും പ്രസിഡന്റും ഉൾപ്പെടെ വൈസ് പ്രസിഡന്റൊക്കെ ഉൾപ്പെടെ ഞങ്ങൾ ജലമന്ത്രിനെ കണ്ട് സംസാരിക്കുകയും അതിൻ്റെ ഫലമെന്നോണം എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് തീരുമാനമാവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതേ ആവശ്യം ഉന്നയിച്ച് പഞ്ചായത്ത് അധികൃതരും കളക്ടർ, മുഖ്യമന്ത്രി, വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും പരാതി കൊടുത്തിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള ടാങ്ക് ഇന്ന് വൈകിട്ടോടെയാണ് JCB ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയത്. വികസിത കേരളം ശില്പശാല നേതൃയോഗം മുറ്റിച്ചൂർ NSS ഹാളിൽ നടന്നു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ V ആതിര ശില്പശാല ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് രാഗി പ്രദീപ് അധ്യക്ഷയായി. EP ഹരീഷ് മാസ്റ്റർ, പഞ്ചായത്ത് പ്രഭാരി EP ജാൻസി എന്നിവർ ക്ലാസ് നയിച്ചു. മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ്, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബിജു അണ്ടേഴത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഗോകുൽ കരിപ്പിള്ളി, VS സുനിൽദത്ത്, ഗിരിജൻ മഠത്തിൽ, സ്മിഘോഷ്, ബാലൻ വാലപ്പറമ്പിൽ, CG പ്രസാദ് എന്നിവർ സംസാരിച്ചു. ഒരു വികസിത കേരളം കൺവെൻഷൻ നമ്മൾ ആദ്യം തുടങ്ങിയത്. അതിനുശേഷം സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം എല്ലാ പഞ്ചായത്തുകളിലും, കോർപ്പറേഷനുകളിലാണെങ്കിൽ എല്ലാ ഡിവിഷനുകളിലും നമ്മൾ ശില്പശാല നടത്തുകയാണ്. ഇതിന്റെ ലക്ഷ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള പ്ലാനിങ്ങുകൾ തന്നെയാണ്. അതിനുള്ള ആസൂത്രണം ചെയ്യുക തന്നെയാണ് ഇതിൻ്റെ എല്ലാം ലക്ഷ്യങ്ങൾ. പാർട്ടിയെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുക. കാരണം നമ്മൾ ഇനി നേരിടാൻ പോകുന്നത് ഒരു വലിയൊരു യുദ്ധം തന്നെയാണ്. നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്നത് പോലെ തന്നെ നമ്മളും ഒരു വലിയ യുദ്ധത്തെ അഭിമുഖീകരിക്കാനായിട്ട് പോവുകയാണ്. സ്വാഭാവികമായിട്ടും ഭാരതം വിജയിച്ചതുപോലെ തന്നെ നമ്മളും ഈ യുദ്ധത്തിൽ വിജയിക്കും. കാരണം ഭാരതത്തിനൊരു വലിയ ശക്തിയായിട്ടുള്ള സൈന്യമുള്ളതുപോലെ തന്നെ നമ്മുടെ പാർട്ടിക്കും ശക്തിയായിട്ടുള്ള സൈന്യമുണ്ട്. അതാണ് ഞാനടങ്ങുന്ന, നിങ്ങളടങ്ങുന്ന ഓരോ പ്രവർത്തകരും.
നാട്ടിക ബീച്ച് കോറോട്ട് ശ്രീ ഭദ്രേശ്വരി മുത്തപ്പൻ ദേവസ്ഥാനത്ത് പ്രതിഷ്ഠാദിന മഹോത്സവവും തോറ്റംപാട്ടും നടന്നു. രാവിലെ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ചീവേലി, തുടർന്ന് മുത്തപ്പന് രൂപക്കളം, തോറ്റംപാട്ട്, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം, തോറ്റംപാട്ട്, ദീപാരാധന, തായമ്പക, പ്രസാദോട്ട്, തുടർന്ന് ഭഗവതിക്ക് രൂപക്കളം, തോറ്റംപാട്ട് എന്നിവയും നടന്നു. ഗുരുതി തർപ്പണത്തോടെ ചടങ്ങുകൾക്ക് സമാപനമായി. മേളത്തിന് പൂനാരി ഉണ്ണികൃഷ്ണൻ നേതൃത്വം നൽകി. ക്ഷേത്രം തന്ത്രി ഗരുഡത്ത് മന ബിനു നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം രക്ഷാധികാരി അശോകൻ കോറോട്ട്, ക്ഷേത്രം പ്രസിഡന്റ് പ്രജീഷ് KS, സെക്രട്ടറി മീന സതീഷ്, ട്രഷറർ രാജൻ കോറോട്ട് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മന്ത്രസേവകരുക്കളെ സേവയിൽ കരുവാടിപ്പിടിച്ചു വേഗം തന്നെ കോറോട്ടുവാരുന്നരവുള്ള തനിയുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് കൂട്ടിവെച്ച് പൂജിച്ചല്ല വിശ്വസിച്ച് പോരുന്നല്ലോ അച്ഛൻ പരമേശ്വരന്റെ മൂന്നേമാനെന്ന തൃക്കണ്ടിൽ നിന്നും പാല പോലെ പൊട്ടിത്തിരിഞ്ഞു ഒരു മകളായിരിക്കുന്നല്ലോ. കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ തൃപ്പയാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൂലൂർ യോഗിനിമാത ബാലികാ സദനത്തിലേക്ക് നോട്ടുപുസ്തകങ്ങൾ കൈമാറി. തിരുവനന്തപുരത്ത് ജൂൺ 14-15 തീയതികളിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് ചൂലൂരിലുള്ള യോഗിനിമാത ബാലികാ സദനത്തിലെ വിദ്യാർത്ഥികൾക്ക് നോട്ടുപുസ്തകം വിതരണം ചെയ്തത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഷാജു KS വിതരണ ഉദ്ഘാടനം നടത്തി. തൃശൂർ ജില്ലാ പ്രസിഡന്റ് VC ദിലീപ്, തൃപ്പയാർ മേഖലാ ട്രഷറർ ലത, യോഗിനിമാത ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് സജീവ് നടുപ്പറമ്പിൽ, ട്രഷറർ തിലകൻ KS, ബിജി സോണി, മായ സോമസുന്ദരൻ, ഷിജി സന്തോഷ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി, അതായത് കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷനിലെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ ജില്ലയിലും ഇത്തരം ഒരു പ്രവർത്തനം 8 മേഖലാ കമ്മിറ്റിയിലും ഇത്തരം 8 മേഖല തിരിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്തരം സ്ഥാപനങ്ങൾക്ക് പുസ്തകങ്ങളും മറ്റു ഡ്രസ്സുകളും ഒക്കെ നൽകുന്ന പ്രവർത്തനത്തിൽ പേർ മേഖല ഞാൻ ആലോചിച്ചപ്പോൾ ഈ യോഗിനിമാതയിലെ വിദ്യാർത്ഥികൾക്ക് കുറച്ച് പുസ്തകങ്ങൾ ആവശ്യമാണെന്ന് ഞാൻ സൈച്ചേട്ടൻ ചോദിച്ചപ്പോൾ സൈച്ചേട്ടൻ പറഞ്ഞിരുന്നു ഞാൻ സ്വീകരിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ അത് ഇത്രയും പെട്ടെന്ന് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഈ സമയത്ത് തന്നെ അത് ഉപകാരപ്പെടും എന്ന് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഈ പുസ്തകങ്ങളിൽ വിതരണത്തിനായിട്ട് യോഗിനിമാതയിലെ വിദ്യാർത്ഥികൾക്ക് നൽകാൻ തീരുമാനിച്ചതും. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ രാഷ്ട്രശില്പിയുമായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഓർമ്മ ദിനാചരണം നടത്തി. പുഷ്പാർച്ചനയോടെ തുടങ്ങിയ ചടങ്ങിൽ നെഹ്റു സ്റ്റഡി സെന്റർ ചെയർമാൻ ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. മണപ്പുറം സമീക്ഷാ പ്രസിഡന്റ് MB സജീവ് അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രമോദ് കണിമംഗലത്ത്, പോൾ പുലിക്കോട്ടിൽ, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, ലൂയിസ് താണിക്കൽ, ഉക്രു പുലിക്കോട്ടിൽ, രേണുക റിജു, വിൻസെന്റ് കുണ്ടുകുളങ്ങര, ദാവീദ് ലിജോ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ വിഷയത്തിൽ നേതാക്കൾക്കെതിരെ കേസെടുത്തതിൽ CPM പ്രതിഷേധിച്ചു. ബീഡി ചോദിച്ചത് നൽകാത്തതിലുള്ള വൈരാഗ്യത്താൽ അതിഥി തൊഴിലാളിയെ ആക്രമിച്ച 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റ് വാർഷിക പൊതുയോഗവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.